give you blessings and greetings in the powerful name of our Lord and Savior Jesus Christ. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. Man is in search of power. മനുഷ്യനെന്നും തനിക്ക് ഒരു ശക്തി ആഗ്രഹിക്കുന്നു. Whether it is the political realm, whether it is the social realm, everybody is looking for power. എല്ലാവരും അവരവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായിക്കൊള്ളട്ടെ മറ്റു മേഖലകളിലായിക്കൊള്ളട്ടെ അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. Even in the home there is a fight, sometimes seen, sometimes unseen, for ultimate power. ഗർഭപാത്രത്തിനകത്തു പോലും അങ്ങനെയുള്ള കൂടുതൽ ശക്തനാണ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംഘർഷം ഉണ്ടാകും. Even in the heavenly realm, there was a time when somebody was envious about who God is, and he tried to usurp, he tried to, by deception, take the power and the position. സ്വർഗ്ഗത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി നമുക്കറിയുന്നു. തന്റെ സ്വാധീനം കൊണ്ട് തനിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാകുവാൻ വേണ്ടി ആ നിലയിൽ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വത്തെ നാം കാണുന്നു. But when Jesus came on earth, he had a designated power from heaven. At the same time, he had his own power that he used while in his earthly ministry. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം സ്വർഗ്ഗത്തിൽ വെച്ച് അവന് കൊടുത്ത ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇവിടെ വന്നപ്പോൾ തനിക്ക് ലഭിച്ച ഒരു ശക്തിയുണ്ട്. I say this to compare this. When the world is trying to look for power, they are trying to get it from outside, but Jesus had power in him, and through the heavenly assignment that he had on his life, he had the power given from heaven. ഞാനിത് പറയാനുണ്ടായ കാരണം ലോകത്തിലെ ആളുകൾ ശക്തിക്ക് വേണ്ടി ശക്തി നേടുവാൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അയക്കപ്പെട്ട പുത്രൻ തനിക്ക് സ്വതവേയുള്ള ശക്തിയുണ്ട്. അത് കൂടാതെ തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ദൗത്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ശക്തിപ്പെടുത്തിയെന്ന് നാം വായിക്കുന്നു. His words had power and authority. അവന്റെ വചനത്തിന് ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. His touch had power and authority. അവൻ വ്യക്തികളെ തൊടുമ്പോൾ അതിന്മേൽ ഒരു ശക്തി വ്യാപരിച്ചു. His deeds had power and authority. അവന്റെ പ്രവർത്തന മേഖലകളിൽ അവന്റെ പ്രവർത്തികളിൽ ശക്തി വ്യാപരിച്ചു. His personality had power and authority. അവന്റെ വ്യക്തിത്വത്തിന് ഒരു ശക്തി He ഉണ്ടായിരുന്നു. would touch the sick and they would get healed. ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് ഉടനെ സൗഖ്യം The വരുന്നു. sick would touch him and they would get healed. രോഗികൾ വന്ന് യേശുവിനെ തൊട്ടാൽ അവരെ It സൗഖ്യമാകുന്നു. seemed that healing was flowing out of his body. Healing was emanating out of his very being. അവൻ തന്നിൽ നിന്ന് തന്നെ സൗഖ്യം പുറപ്പെടുന്നത് ശക്തി ഒഴുകുകയായിരുന്നു. He would step on a certain region, stepping out of the boat, and the moment he would put his foot down, the demons would tremble and they would come and say, please do not come to this place. ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകാൻ അവൻ പടകിൽ കാല് വെക്കുമ്പോൾ തന്നെ പിശാച് അവന്റെ ശക്തിയുടെ മുൻപിൽ വിറച്ചു. He did not have to announce, or he did not need a flyer to tell the powers that be that I have arrived. His very presence created a disturbance in the system. തന്റെ മുൻപിൽ ആരെയും അയച്ചു പറയേണ്ടി വന്നില്ല ഞാൻ വരുന്നുണ്ട് എന്ന് അവൻ കാല് ചവിട്ടുമ്പോൾ തന്നെ ശത്രുവിന്റെ തന്ത്രങ്ങൾ പിശാചിന്റെ ശക്തികൾ വിറച്ചു. One day he would stand before Pilate and his sleep would be disturbed because of the power that he had in him. അവൻ ഒരു ദിവസം പീലാത്തോസിന്റെ മുൻപിൽ നിന്നപ്പോൾ തന്നെ പീലാത്തോസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അവന്റെ ശക്തിയാൽ. The religious people were in disturbance because this young man would come into the temple and not argue, but his very presence would challenge their own authority. മത നേതാക്കളും മത അധികാരികളും അവൻ ആലയത്തിൽ വരുന്നത് ഭയന്നു. കാരണം അവൻ വാക്കുകൾ മാത്രമല്ല അവന്റെ പ്രസൻസ് പോലും അവന്റെ സാന്നിധ്യം പോലും അവരെ വിറപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. And this powerful, that's the right word, powerful with a double L, powerful human being would now be lifted up on the cross and die almost a powerless death. ഈ ദൈവശക്തി വഹിക്കുന്ന ഈ മനുഷ്യൻ അവൻ ശക്തി ക്ഷയിച്ചവനായി നാം കാണുന്നു. കാൽവരി ക്രൂശിൽ അവൻ മരണം വരിച്ചു. That was his volition, that was his decision, that he would not use his power that was available in him and for him, but he would rather do the will of his Father. ഇത്രയും ശക്തനായിരുന്ന ഒരു മനുഷ്യൻ തന്റെ മരണത്തിങ്കൽ യാതൊരു ശക്തിയും ഉപയോഗിക്കാതെ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് കാൽവരി ക്രൂശിൽ നാം കാണുന്നു. Earthly men and women do not want to give this power to
others. But this man called Jesus would now invite his disciples and send them 2 by 2 and assign them and give them power over situations. ലോകത്തിലുള്ള ആളുകൾ നമുക്കറിയാം തങ്ങളുടെ ശക്തി മറ്റാർക്കും കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ രണ്ടായി തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് ശക്തി നൽകി അവരെ സുവിശേഷ പ്രവർത്തനത്തിന് when these അയക്കുകയാണ്. disciples would come back, he would be excited. He would say, "Whoa, thank God for what God has done through you." ഈ ശിഷ്യന്മാര് പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വന്ന് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് The കീഴടങ്ങുന്നു. same powerful Jesus would say to his disciples in his last discourse in John 14:12, he would say, "It is good that I am going, because when I am gone, you will do greater works than this." യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു തന്റെ ഏറ്റവും അവസാന സമയത്ത് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് ഉചിതം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. His words, his character, his deeds, his presence carried authority and power. But now this Jesus is saying, for those who will wait for the Holy Spirit, they will do greater things than this. അവന്റെ ശക്തിയിൽ, അവന്റെ പ്രവൃത്തിയിൽ, അവന്റെ നടപ്പിൽ ആ ശക്തി വ്യാപരിച്ചു. അത് ശിഷ്യന്മാർ അറിഞ്ഞു. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തരാകും. Now we have to keep on reminding ourselves that Jesus was fully God and Jesus was fully human. എപ്പോഴും നമ്മൾ നമ്മെ തന്നെ ഓർപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്, യേശു ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു. Because sometimes we end up thinking, oh, Jesus was God. That is why he could touch the lame people. He could speak and he could do these things because he was God. No, he did these earthly miracles in being in his bodily form. Jesus the man did all of this through the power of the Holy Spirit. പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, കർത്താവ് ദൈവമായതുകൊണ്ടാണ് അവൻ തൊട്ടപ്പോൾ ആളുകൾ സൗഖ്യമായത്, വേഗത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്. എന്നാൽ തൻ്റെ മാനുഷികമായ ശരീരത്തിൽ തന്നെ താൻ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ താൻ പൂർണ്ണ ദൈവമായിരുന്നു. And this God and this fully God, fully human is now telling fully humans that when I'm gone, I will send the Spirit and he will enable you. He will come upon you and you will receive what? Power. ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്ന ഈ കർത്താവ് തൻ്റെ മനുഷ്യരായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ശക്തി നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. Please understand, Jesus did not say a part of my power or a section of my power or certain limited power. He said, when the Spirit comes upon you, he will come upon you with power. He said this. അവൻ ഇങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ ഒരു ശക്തിയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ശക്തി നിങ്ങളുടെ മേൽ പൂർണ്ണമായി ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത്. Are you with me? You lift up your hands and say, thank you, Jesus, this morning. Hallelujah. And also say, thank you, Heavenly Father. Come on loudly. Thank you, and Heavenly thank Father. you for your presence, Holy Spirit. Oh, thank you and for so your Jesus presence. is now saying in Acts 1:8, he says to him, wait in Jerusalem until you have received power. അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യെരൂശലേമിൽ ശക്തി വരുവോളം നിങ്ങൾ, അല്ലെങ്കിൽ ശക്തി സ്വീകരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കുക. John 14:12, I'm going to the Father, it is for your good. Stop being angry, stop being anxious, stop being dismayed, because only if I go, I will release the Spirit, and the Spirit will come upon your human vessels, and these human vessels will be transformed to do the works that I have been doing. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് വീണ്ടും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ വാദിക്കരുത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഞാൻ പോയാൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമ്പോൾ നിങ്ങൾ ശക്തന്മാരാകും. This is divine power. ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. The origin is divine in nature. ഇതിന്റെ യഥാർത്ഥ പ്രാകൃതം എന്ന് പറയുന്നത് ദൈവത്തിൽ This നിന്നുള്ളതാണ്. is not something to do with our capacity or our learning, but this is simple human beings trusting in this divine promise of the power of the Holy Spirit, and when they wait, the Spirit comes upon them and gives them power. ഇതിന്റെ അർത്ഥം ഏതൊരു മനുഷ്യനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, അവർ ദൈവത്തിൽ ചാരുമ്പോൾ ദൈവം തന്റെ ശക്തിയെ അവരിലേക്ക് പകർന്നു കൊടുക്കും. But there is a mystery in this.
when the human beings are given power, they can lose sense of direction or they can blow up themselves. And that is why we are called to safeguard this power in these human vessels. Based on our character and based on who we are, we have to take care of this power that is released unto us. എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നാം മനസ്സിലാക്കേണ്ടത്, ഈ ശക്തി ലഭിക്കുമ്പോൾ ആളുകൾക്ക് ഈ ശക്തിയുടെ പ്രഭാവത്താൽ അവര് എന്തോ വലുതാണെന്ന് തോന്നും. പക്ഷേ ഈ ചെറിയ നമ്മുടെ കൂടാരത്തിനകത്ത് ഈ ശക്തി തന്നിരിക്കുന്നത് അതിനെ കണ്ടെയ്ൻ ചെയ്യുവാനും അതിനെ ആ നിലയിൽ ഉപയോഗിക്കുവാനും വേണ്ടിയാണ്. Can I say something like this? It is not your body that carries the power of God. It is your character that carries the power of God. നമ്മുടെ ശരീരമല്ല ഈ ശക്തി വഹിക്കുന്നത്, നമ്മുടെ സ്വഭാവമാണ്. That character resides in the body, I agree. But you have to understand, the greater your character like Jesus, the greater your capacity to carry the power like Jesus. അതിന്റെ അർത്ഥം നമ്മിലുള്ള ആ സ്വഭാവം യേശുവിനെ പോലെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ശക്തരാകുന്നത്. So power divine in origin, but coming to human beings like us through the enabling of the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവദത്തമായ ഈ ശക്തി മനുഷ്യരാകുന്ന നമ്മിലേക്ക് ദൈവം അയച്ചു തന്നു. But unlike the worldly system, when this power comes to us, it is not for us to sit on a chair and rule the whole world and give directions and wear titles and wear ornaments that can tell the whole world who I am. ഈ ശക്തിക്കൊരു വ്യത്യാസമുള്ളത് ലോകത്തിന്റെ ശക്തി പോലെയല്ല. അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുന്ന് ഒരു ചെയറിൽ ഇരുന്ന് ഞാൻ എന്തോ വലിയ ആളാണ്, എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആ നിലയിലുള്ള ഒരു ശക്തിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. This power is given to us to do something. ഈ ശക്തി നമുക്ക് തന്നത് നാം ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. This power, let me say this again, this power has been given to us to do something. ഇത് നമുക്ക് തന്നത് നാം ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി. This power is not entitlement. ഇത് നമ്മളെ ഒരു സ്ഥാനത്ത് വരുത്താനുള്ള This power is not position. ഇതൊരു സ്ഥാനമാനങ്ങൾ നൽകി നമ്മെ ഉയർത്താനുള്ള This power is not for my fame. എൻ്റെ എന്താ പ്രശസ്തിക്ക് വേണ്ടിയുള്ളതല്ല. But this power is for me to do something for the glory of the one who gives me the power. എന്നാൽ ഈ ശക്തി എനിക്ക് തന്നത് എനിക്ക് ഈ ശക്തി തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ്. For us, we don't understand the extent of this power, okay? ഈ ശക്തിയുടെ വലിപ്പം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. How many have touched electricity? നിങ്ങളിൽ എത്ര പേര് കറണ്ട് തൊട്ടിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി? And how many were able to still stand normal when you touched a socket? നിങ്ങൾ ആ സോക്കറ്റിൽ തൊട്ടപ്പോൾ എത്ര പേര് അതേ പിടിച്ചോണ്ടങ്ങ് നിന്നു? എന്നാ ഇവിടെ കാണത്തില്ല. Yes. How many have touched the power of electricity? Can I see your hands? By mistake, that's what I say. Yes. Definitely. None. I don't advise you to go and test the power of electricity, but it is only 240 or 110 or 220 volts. The cables that run is a little more than this. But this power that we are talking is don't connect it to the cables or this. This is mega times higher than all of this that is available. നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 110 വോൾട്ടോ അല്ലെങ്കിൽ 240 വോൾട്ടോ ഒക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന ഈ പവർ എന്ന് പറയുന്ന അതുമായിട്ട് യാതൊരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. ഈ ശക്തി അതിനേക്കാളൊക്കെ 1000 മടങ്ങ് ശക്തിയുള്ള ആ ഒരു സോഴ്സിനെ അതിനെക്കുറിച്ചാണ് നാം പറയുന്നത്. So before I take you into the word of God, I want you to prepare yourself, and I also want you to see this working. Then the third word, working on വ്യാപരിച്ച് the third word is in English is just great, but it is also a Greek word for power, great, and then the fourth word is might. നാല് വാക്ക് കണ്ടുപിടിക്കാമോ പാസ്റ്റർ? ഈസിയാ. അവന്റെ അളവറ്റ വലിപ്പം ഇന്നതെന്നും, അളവറ്റ വലിപ്പം, the greatness of it, that power. So for in my ESV, my four words are power, working, great, and might. ഒന്ന് ശക്തി, മറ്റൊന്ന് വ്യാപരിക്കുക, മറ്റൊന്ന് അളവറ്റ വലിപ്പം. Pastor, the four words are അളവറ്റ വലിപ്പം, രണ്ട് വേർഡാണ്. So the four words are the first word is dynamos or dunamis. The first word is power. പവറിന് ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശക്തി എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനമോസ് എന്ന പദമാണ്. The second word is for the working is energeon. That means energy. അളവറ്റ
വ്യാപരിക്കുക എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എനർഗിയ എന്ന പദമാണ്. The third one for great is kratos. Kratos. അളവറ്റ അല്ലെങ്കിൽ വലിപ്പം എന്നതിന് ഗ്രാത്തോസ് എന്ന പദമാണ്. And then the fourth word for might is iskios. Iskios. വലിപ്പം അല്ലെങ്കിൽ അളവറ്റ വലിപ്പം, അത് മലയാളത്തിൽ അല്പം ഇറ്റ്സ് എ വേർഡ് പ്ലേ. Yeah. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇസ്കിയോസ് എന്നാണ്. That means Paul is trying to say the powerfully, mighty, immeasurably glorious powerfulness of the power of the Holy Spirit. പൗലോസ് അവിടെ പറയുന്നു, ഇത്ര മഹത്വമുള്ള ഈ വലിയ അളവറ്റ വലിപ്പമുള്ള ശക്തിയുടെ മഹത്വത്തെ കുറിച്ചാണ് പൗലോസ് തന്റെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. And then just to give an example, he knows just like us we will be going, Then he says in verse 20, with this gloriously, powerfully, immeasurably great power, which raised Jesus up from the dead. അതിനവരൊരു ഉദാഹരണം അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണ്. ഈ ശക്തിയുടെ മഹത്വം, ഇതിന്റെ വലിപ്പം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് ഈ ആത്മാവാണ് എന്ന് താൻ പറഞ്ഞു വെക്കുകയാണ്. So the point is, Paul is saying this is not just a power. It is not power. പൗലോസ് പറയുന്നതിന്റെ അർത്ഥം ഇത് വെറുതെ ഒരു ശക്തിയാണെന്നല്ല. It is gloriously, hyperbolon, extremely beyond our calculation kind of working energy behind the power, because this raised the dead Jesus in the tomb. It came inside the dead body of Jesus, literally dead body of Jesus, and the third day this dead body became alive and walked out of the tomb for you and for me. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് താൻ അതിന് പലവിധമായ പദങ്ങൾ ഉപയോഗിച്ച് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ മരിച്ച ശരീരം ആ കല്ലറയ്ക്കകത്ത് നിന്ന് ജീവൻ പ്രാപിച്ച് ഒരു മനുഷ്യനായി നടന്ന് പുറത്തു വന്നതാണ് ഈ ദൈവശക്തിയുടെ വലിപ്പം. So if billions of volts of electricity cannot raise a dead fly, imagine what the Holy Spirit did to make Jesus alive, and not just alive, to seat him in the heavenly places at the right hand of the heavenly Father. കേവലം ഒരു ചത്ത ഈച്ചയെ ബില്യൺസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ പവർ ഉപയോഗിച്ചാൽ പോലും അതിനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത ഈ ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ മരിച്ച ശരീരം ഉയർത്തെഴുന്നേറ്റു എന്ന വലിയ സത്യം പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. And if you read verse 21, you will find it seems as Jesus is ascending, there are powers, there are rules, there are authorities that might have tried to stop him. That is why he says, far above all authorities, far above all dominion, far above all power, and he seated them. He crossed through their central market. He crossed through their highway without a shame, and he crossed through the power of the Holy Spirit, and he went through and sat at the right hand of the Heavenly Father, not by his power but by the power of the Holy Spirit. ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് തടസ്സമായി നിന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, സകല കർത്തൃത്വങ്ങളും സ്വർഗത്തിന്റെ സകല ദുഷ്ടാത്മ സേനകൾക്കും മീതെ അതിന്റെ ഇടയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് വായിക്കുന്നു, അവനെ സകല നാമത്തിന് മീതെ അത്യന്തമായ നാമം നൽകിയ. And when after he had sat down, he writes in 22, when he had sat down, the Holy Spirit took everything and put it under his feet, including the church. അവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, അവൻ അതിന് സകലത്തിനു മീതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം അവന്റെ കാൽ കീഴാക്കി വെച്ചു. If you are understanding, can you just stand up right now wherever you are and just begin to thank God for this power? Just acknowledge this mystery called the power of the Holy Spirit. ഈ മാർമികമായ വിഷയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ഈ മാർമികമായ വിഷയത്തിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്നവർ, അത് മനസ്സിലാക്കുന്നവർ അല്പസമയം ദൈവത്തിന് സ്തുതി ചെയ്യുക. Revelation and illumination of the Holy Spirit right now be manifest upon the people of God. ഇന്ന് പകൽക്കാലം പരിശുദ്ധ
ആത്മാവിന്റെ വെളിപ്പാടും പ്രകാശനവും ദൈവജനത്തിന് മേൽ വരുവാൻ ഞങ്ങൾ The പ്രാർത്ഥിക്കുന്നു. dead body of Jesus is now rising from the grave through the Holy Spirit. ഓ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ ആ ജീവനില്ലാത്ത ശരീരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവനുള്ളതായി മാറുകയാണ്. At ascension, he's rising up above every dominion through resurrection, and he is seated at the right hand of the Father. തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സകല കർത്തൃത്വത്തിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ അവൻ ഇരിക്കുകയാണ്. And when he is seated, he becomes the head of the church, it അവൻ says. ഇരുന്ന് കഴിയുമ്പോൾ അവൻ സഭയുടെ തലയായി മാറി. Keep standing, keep standing. We want to read. Now we want to read this Shabbat. Ephesian passage once again. ഒരിക്കൽ കൂടെ നാം നിന്നുകൊണ്ട് ഈ എഫെസി ലേഖനത്തിലെ ഈ വാക്യം വായിക്കുവാൻ. All right, we'll start with the 15, but you pay attention from 19. That is where it will connect for you. നമ്മൾ 15-ാം വാക്യം മുതൽ വായിക്കുമെങ്കിലും 19-ാം വാക്യം മുതൽ പ്രത്യേകമായിട്ട് അതിന് ശ്രദ്ധ And കൊടുക്കണം. my prayer is you will understand just the little depth of what Paul is trying to help us to understand. എൻ്റെ പ്രാർത്ഥന ഇതാണ്, പൗലോസ് ദൈവസഭ ദൈവജനത്തോട് പറയുന്ന ഈ വിഷയത്തിന്റെ ഒരു അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നാം All ഭാഗ്യവസ്ഥയിലാണ്. right, let's read from 15, but with emphasis from 19 onwards till the end of the chapter. Ready? 1, 2, and 3. Come on, loudly in English. For this reason, because I have heard of your faith in the Lord Jesus and your love towards all the saints, I do not cease to give thanks for you, remembering you in my prayers, that the God of our Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in the knowledge of him, having the eyes of your hearts enlightened, that you may know what is the hope to which he has called you, what are the riches of his glorious inheritance among the saints. 19, and what is the immeasurable greatness of his power towards us who believe, according to the working of his great might. 20, that he worked in Christ when he raised him up from the dead and seated him at the right hand in the heavenly places. 21, far above all rule and authority and power and dominion, and above every name that is named, not only in this age but also in the one to come. 22, and he put all things under his feet and gave him as head above all things to the church, which is his body, the fullness of him who fills all in it. Just lift your hands and say, Lord, help us to understand, Lord. Help us, Lord, to understand. പ്രാർത്ഥിച്ചാട്ടെ, Lord, help me to understand your scripture. Hallelujah. Help Lord, we are in awe of your power this morning. Lord, we are afraid of your power, O God. ഓ അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ്. ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു. Lord, we are afraid of this power. ഞങ്ങൾ ഈ ശക്തിയെ ഭയപ്പെടുന്നു. Lord, we are not sure that our bodies can handle this kind of power, O ഈ God. ശക്തിയുടെ വലിപ്പം ഞങ്ങളുടെ ശരീരത്തിന് വഹിക്കുവാൻ കഴിയുമോ എന്ന് ഞങ്ങൾ Lord, we അറിയുന്നു. don't know, but you have promised this power will come upon us when we wait for you in our rooms, O എന്നാൽ അങ്ങയുടെ God. വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇറക്കി തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ Why would you take such tremendous power and pour it into our earthen vessels, O God? എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങ് അത്ര ബൃഹത്തായ ഈ ശക്തി ഞങ്ങളിലേക്ക് പകരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയത്? Teach us this morning. ഇന്ന് പകൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. In Jesus' name, Lord. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. So we are talking about this level. You may be seated, please. This level and this kind of power. ഈ ഒരു തരത്തിലുള്ള ശക്തിയെക്കുറിച്ചും ആണ് ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. Always have in mind, I have to grow in the power of the Holy Spirit. എപ്പോഴും നാം മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വസ്തുതയാണ്, പരിശുദ്ധാത്മാവിൽ എനിക്ക് എല്ലാ ദിവസവും വളരണം. But as I said, this power is not only to give you a title and position. You have to do something with the power. കേവലം നമുക്കൊരു സ്ഥാനമോ ഒരു മാനമോ തരാനുള്ള ഒരു ശക്തി മാത്രമല്ല, അത് ഉപയോഗിച്ച് ചിലത് നാം ചെയ്യാൻ And തയ്യാറാണ്. so we want to study what can we do with the power of the Holy Spirit. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമുക്ക് ഈ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കണം. Then first thing, ഒന്നാമത്തെ കാര്യം, with the help of this power, we need to persist in prayer. Persist in prayer. ഈ ശക്തി കൊണ്ട് പ്രാർത്ഥനയിൽ തുടരുവാൻ നമുക്ക് കഴിയും. The early church knew the importance, knew the need, and knew the power of prayer.
ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് ഈ ശക്തി അറിയാമായിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. Not only on the upper room, but before that also they were praying because their Lord had asked them to pray. കേവലം മാളിക മുറിയിൽ മാത്രമല്ല, അതിന് തുടർന്നുള്ള അവസരങ്ങളിലെല്ലാം സഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. So Acts chapter 3 verse 1, Peter and John were going to the temple at the hour of prayer. This was the Jewish hour of prayer. They were following certain hours of prayer. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്രോസും യോഹന്നാനും യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെന്നു. Acts 4:20 together they were lifting their voices in prayer. അവര് ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. 4:31 when they had prayed together, the place they were praying began to shake. Not the prison, but the place where they were praying began to shake. 4:31 അവർ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴായും ജയിലല്ല, അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. In chapter 10, Peter is in the roof at the hour of prayer and is spending time in prayer. 10-ാം അധ്യായത്തിൽ പൗലോസ് വെൺമാടത്തിന്മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. So groups are praying at certain hours. Individuals are praying. They have also certain locations. They have also certain timings. There is prayer happening. Prayer is permeating the life of the early church. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ കൂട്ടം കൂടിയ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പ്രാർത്ഥനയിലൂടെ. And this prayer is pushing the missionary agenda of heaven through the servants of God. സ്വർഗത്തിൽ മനുഷ്യന്റെ മേൽ കൊടുത്ത ദൈവിക ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഭയ്ക്ക് പ്രാർത്ഥന ആവശ്യമായി. This prayer is opening towns and cities. ഈ പ്രാർത്ഥനയിലൂടെ അനേക പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ തുറക്കപ്പെട്ടു. This prayer is opening up the doors of jails. ജയിലിന്റെ അറകൾ, ജയിലിന്റെ വാതിലുകൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തുറന്നു. This prayer is opening up homes that are totally inaccessible, but prayer is penetrating inside. ആർക്കും ഒരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ തുറന്നു. Influential people are being changed because somebody is praying behind the scene. സമൂഹത്തിൽ സ്ഥാനമാനമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ മാറ്റം വരുവാൻ തുടങ്ങി. Officials are changing because the church is praying. സഭ പ്രാർത്ഥിച്ചതുകൊണ്ട് ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്ത ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് മനമാറ്റമുണ്ടായി. Let me gently suggest to you that prayer is hard work. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന ഒരു കഠിനമായ ജോലിയാണ്. Paul says one of his associates labors for you in prayer. He says labors for you in prayer. പൗലോസ് തന്റെ സഹ പ്രവർത്തകനെ കുറിച്ച് പറയുന്നു, അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. That means prayer is laborious. Prayer is laborious. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. After a good prayer session, you should be like, oh, I'm exhausted because your vessel has been used powerfully for the glory of God by the Spirit of God. നല്ലൊരു പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം തോന്നും, കാരണം നിങ്ങളുടെ ശരീരം പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട്. And the key is we have to persist in prayer. അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. We may have lists, we may have reminders, we may have to-do lists, but we have to keep on. Somehow we are called to persist in prayer. നമുക്ക് പല നിലയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ലിസ്റ്റിൽ കാണും, പക്ഷെ അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ നാം തുടരുവാൻ കഴിയണം. People like me get discouraged very easily in prayer, and so we give up praying. After a while we forget, and because we have such a flood of new needs every day, we forget what we have been praying for. എന്നെ പോലെയുള്ളവർ വേഗത്തിൽ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകുന്നവരാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പലത് നടക്കാതെ വരുമ്പോൾ ക്ഷീണിക്കുന്നവരാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പ്രാർത്ഥനാ ലിസ്റ്റിൽ വരുന്നു. അത് അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടാകും. For people like me and you, we are called to persist in prayer. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥനയിൽ തുടരുവാൻ, പ്രാർത്ഥനയിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Every genuine prayer is heard in heaven, but every genuine prayer is also replied, but in the timing of God. എല്ലാ ആത്മാർത്ഥമായ സകല പ്രാർത്ഥനകളും സ്വർഗത്തിൽ കേൾക്കുന്നുണ്ട്, എന്നാൽ അതിനെല്ലാം സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് മറുപടി അയക്കപ്പെടും. I don't want to go into the basics of praying, but I just want to keep on stressing this fact that we have to persist, keep on praying until, as somebody said, right, push, pray until something happens. പ്രാർത്ഥനയുടെ അടിസ്ഥാന തലങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, തുടരുമാനമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാകണം. Pray until kab tak, in Hindi se kab tak dua karenge, jab tak jawab na jaye, until we see the answer to our prayers we have to keep on എപ്പോ praying. മറുപടി വരുമെന്ന് നമുക്കറിയത്തില്ല, അത് വരുന്നത് വരെ നാം പ്രാർത്ഥിക്കണം.
Let me tell this, you may forget what you are praying, but heaven has recorded, and at the right time, He will bring an answer to your prayer. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾ പലതും മറന്നുപോയെന്ന് വരാം, എന്നാൽ സ്വർഗം അത് മറക്കയില്ല. തക്ക സമയത്ത് സ്വർഗം അതിന് ഉത്തരം നൽകും. Persisting in prayer, persisting in prayer. തുടരുമാനമായി പ്രാർത്ഥിക്കുക. Don't give up if there is no result. നിങ്ങൾ ഒരുപക്ഷെ റിസൾട്ട് കണ്ടില്ലെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത്. Don't give up if the heavens seem closed. സ്വർഗം അടഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും പ്രാർത്ഥന നിർത്തരുത്. We are called to pray until we see something happening in our life. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ചിലത് സംഭവിക്കുന്നത് വരെ, നടക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. Sometimes the prayers answered would be totally opposite to what you pray, but don't be disheartened. Keep praying, because your job is to pray and the answer has to come from the heavenly Father. ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഒന്നും ഉത്തരം ലഭിച്ചു എന്ന് വരികയില്ല. നമ്മൾ ധൈര്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവ തക്ക സമയത്ത് മറുപടിയായി. Wherever you are, the Lord wants to give you a promise. You may forget what you are praying. I have not forgotten what you are praying, but if you persist, I will give the answer to your prayers. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ വാഗ്ദത്തത്തെ ദൈവം ഉറപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയുടെ ഏത് തലത്തിൽ എവിടെയായിരുന്നാലും, അവിടെ നിങ്ങൾ മറന്നുപോയാലും, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും വിട്ടുപോയാലും, അതിന്റെ മധ്യത്തിൽ സ്വർഗം അത് കാണുന്നുണ്ട്. ദൈവം ഇടപെടും, ദൈവ പ്രവൃത്തിയായിരിക്കും. That is why 7 days a week full of prayer and fasting is just to remind you, to bring you back to alignment, to excite you for the power of prayer. So utilize this, and right now lift up your hands and say, Lord, remind me, help me to persist in prayer, help me not to give up, Lord, until I see you move on earth. അതുകൊണ്ടാണ് ഈ 7 ദിവസത്തെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ, അതിനോട് താതാത്മ്യം പ്രാപിക്കുവാൻ, ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ദൈവം മറുപടി തരും എന്ന പൂർണ്ണ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. Come on, lift up your hands and begin to pray. Say, the Lord, I need your help to pray. I need your help, Spirit of God, to pray. I need the points to pray, but I also need the grace to pray. I need the power to pray. I need your power to pray like never before, oh God. Lord, hallelujah. The power to persist in prayer. പ്രാർത്ഥനയിൽ തുടരാൻ ശക്തി ആവശ്യമാണ്. But then there is a second aspect to this power. We are given this power from the Holy Spirit to resist the works of the enemy. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കുവാൻ കൂടെയാണ്. We are not supposed to be afraid of the works of the darkness. പിശാചിന്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ ഇരുളിന്റെ പ്രവർത്തികളെ നാം ഭയപ്പെടേണ്ടവരല്ല. We are not supposed to be afraid of what the enemy is scheming against us. പിശാച് ഒരുക്കുന്ന പദ്ധതികളെ കണ്ട് ഭയന്നു പോകേണ്ടവരല്ല നമ്മൾ. One of the favorite verses we use while praying is with Psalm 124. The enemy set a trap, but the Lord opened a way in the trap. In Hindi it says jaal fat gaya aur hum bach nikle. 124 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ശത്രു നമ്മുടെ വഴിയെ വലയിട്ടു, പക്ഷെ ദൈവം അതിനകത്ത് വല പൊട്ടിപ്പോകുന്ന പോലെ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. Whatever the enemy does against you, you don't have to be afraid. You have the power of the Holy Spirit to resist, to stop him, because you are a praying family, because you are a praying person. പിശാച് എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും നാം ക്ഷീണിച്ചു പോകരുത്. അതിന്റെ മധ്യത്തിൽ എതിർത്ത് നിന്ന് പിശാചിനോട് പോരാടുവാൻ കഴിയും. You don't need a prophet from Kerala. You don't need a super anointed man from YouTube to pray for you, or a prayer tower to pray for you. When you bow your knee, when you pray in the Holy Spirit, the enemy has to stop, the enemy has to flee, the enemy has to disband and be totally disorganized. കേരളത്തിൽ നിന്ന് ഒരു പ്രവാചകൻ വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. യൂട്യൂബിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വീരൻ പ്രാർത്ഥിക്കണമെന്നില്ല. പ്രയർ ടവർ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മുട്ടുമടക്കിയാൽ, നിങ്ങളുടെ മുട്ടുമടക്കുന്നതിന് മുൻപിൽ, പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ശത്രു കീഴടങ്ങുക തന്നെ ചെയ്യും. The Lord will give you the power to resist the works of the enemy. ദൈവം ആ ശത്രുവിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള കൃപ നിങ്ങളുടെ മേൽ തരും. അവൻ ശക്തി പകരും. Isaiah 59:19 says, when the enemy comes in like a flood, the Lord raises a banner, says, enough is enough. Stop right there. അതെ, യെശയ്യാപ്രവചനം 59 അധ്യായം 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിശാച് ഒരു വെള്ളം പോലെ നമ്മുടെ നേരെ വന്നാലും അതിന്റെ മധ്യത്തിൽ ദൈവം അതിന് മതിൽ കെട്ടി നമ്മെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. Those who are in the will
of God are protected by God. And when we understand that, yes, sickness is there, poverty is there, disease is there, COVID is there, death is there, but in spite of all of this, we have the power to resist the works of the enemy. ഓ ദാരിദ്ര്യമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, കോവിഡ് വന്നെന്നിരിക്കും, പകർച്ചവ്യാധികൾ വന്നെന്നിരിക്കും. എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം ദൈവം തന്റെ ജനത്തിന് കൃപ തരുന്ന ദൈവമാണെന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നു. But we have to rise up in prayer of the Holy Spirit. അതേസമയം തന്നെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിൽ നാം മുന്നോട്ട് And പോകുന്നവരായിരിക്കണം. when we pray in the Spirit, the Lord will reveal how to pray, what to pray for. And when you do that, things will happen. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തു പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. But you have to be in the Word when you are praying things like this. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വചനത്തിൽ ഉറപ്പുള്ളവരായി പ്രാർത്ഥിക്കണം. And I would encourage you to pray the Word when situations come like this. സാഹചര്യങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ വചനം എടുത്ത്, വചനം ഉപയോഗിച്ച്, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. Take the Psalms, take the Gospels, take the epistles and pray it out. This is the best level of prayer that we can pray. സങ്കീർത്തനങ്ങളിൽ നിന്ന്, ലേഖനങ്ങളിൽ നിന്ന് ഒക്കെ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. When you pray the word, every one of those words will come to pass because that is the word of the Lord. നിങ്ങൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനമെല്ലാം അതിന്റെ പ്രവൃത്തിയായി വ്യാപരിക്കും. Demonic strongholds will be broken in the name of Jesus when the people of God pray. ഓ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിന്റെ കോട്ടകൾ ഇടിയും, പൈശാചിക ശക്തികൾ തകരും. 2 Corinthians 4:4, the enemy has blindfolded the people, but when the church prays, the blindfold will be removed and they will be able to see the light of the gospel. 2 കൊരിന്ത്യർ 4:4 ഇരുളിന്റെ ദൈവം ലോകത്തിലെ ആളുകളുടെ കണ്ണ് ഇരുട്ടാക്കിയിരിക്കുന്നു, എന്നാൽ ദൈവം ആ മൂടുപടത്തെ എടുത്തു മാറ്റും. There are millions of ways the enemy tries to use us: deception, lies, sickness, poverty, demonic strongholds, past curses, and this and that. You don't have to be afraid. You pray, you submit, you be in the presence of God and seek healing and cleansing, and you rise up with authority and resist the works of the enemy. കബളിപ്പിക്കുന്നതിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, രോഗത്തിലൂടെ, അങ്ങനെ പല നിലകളിൽ പിശാച് തന്റെ പദ്ധതികൾ ദൈവജനത്തിനെതിരെ ആവിഷ്കരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അതിന്റെ മുൻപിൽ ജയം വരിക്കും. And please don't be obsessed by the evil or what the enemy is doing. Be obsessed with what God is doing in our times. പിശാച് ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ബോധരാകാതെ മറിച്ച് ദൈവം ചെയ്യുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. So don't talk too much about what the enemy is doing. അതുകൊണ്ട് പിശാച് എന്തോ ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോകല്ലേ. May your testimonies be full of what God is doing. In spite of whether you see it or not, your confession will take care of your tomorrow. നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ദൈവം എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ഏറ്റുപറച്ചിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. Strongholds will break. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അന്ധകാരത്തിന്റെ സ്ട്രോങ് ഹോൾസ്, ബലമുള്ള മേഖലകൾ തകർക്കപ്പെടും. Years ago I learned this 5 opens in prayer. Let me share this with you. When you pray, the heavens will open. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പ്രാർത്ഥനയിൽ 5 വാതിലുകൾ തുറക്കപ്പെടും. ഒന്നാമത് സ്വർഗം തുറക്കും. Number 2, when you pray, highways will open. രണ്ടാമത് വലിയ ഹൈവേകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. Number 3, homes will open. വീടുകൾ തുറക്കപ്പെടും. Number 4, hearts will open. ഹൃദയങ്ങൾ തുറക്കപ്പെടും. And number 5, hands will open. കൈകൾ തുറക്കപ്പെടും. Pray in the spirit for the heavens to be opened over a region. ഒരു റീജിയനിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം പ്രവർത്തിക്കും. Please understand, the devil is a created being. He cannot be at the same place at the same time. Only God can do that because he's omnipresent. The devil has his minions, the devil has his agents, the devil has his chamchas here and there, and he can call and tell, this man is coming, hit him with a car or depress him or throw sickness, and they can tell somebody he's going there, stop his documents, don't let him be growing in his company. All of this they are going through agents, but you have authority in the name of Jesus and through the power of the Holy Spirit to stamp on them and walk in victory all the days of your life. ദൈവം മാത്രമാണ് സർവ്വവ്യാപി. പിശാച് സർവ്വവ്യാപിയല്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് പിശാച്. അതുകൊണ്ട് തന്നെ പിശാചിന് എല്ലായിടത്തും ഒരേ സമയം എത്താൻ കഴിയത്തില്ല. അവന് ഏജൻസ് ഉണ്ട്, ആളുകളുണ്ട്. ഇവിടെ നിന്ന് വിളിച്ചു പറയും, ഇന്നാർ അവിടെ വരുന്നുണ്ട്, ഇന്നത് ചെയ്യണം, അവനെ വണ്ടി ഇടിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ നിരാശപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ മാത്രമേ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. I don't want to over repeat it, but listen to this. The enemy knows your weakness and he exploits that weakness.
പിശാചിന് നിങ്ങളുടെ ബലഹീനത നന്നായി അറിയാം, അതിനെ അവൻ ദുരുപയോഗം ചെയ്യും. If it is sin or alcohol or sexual or depression or overeating or whatever, he will use and exploit it so that you keep on sinning and be under his bondage. അതൊരു പക്ഷേ നിങ്ങളുടെ മദ്യപാനമാകാം, മറ്റേതെങ്കിലും പാപപ്രവർത്തികളാകാം, സെക്ച്വൽ സിൻസ് ആകാം, Or behavior, അല്ലെങ്കിൽ behavior. ബിഹേവിയറൽ ആയിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളാകാം, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാകാം. ഇതിനെയൊക്കെ പിശാച് ഉപയോഗിക്കും. The devil knows your weakness and exploits it, but the Lord knows your strengths. He wants to use it for his glory. നിങ്ങളുടെ ബലഹീനതകളെ അവൻ ദുരുപയോഗം ചെയ്യാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യത്തെ അറിയുന്ന ദൈവം അതിനെ തന്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കും. How many are excited about that? Hallelujah. Yes, God knows my weakness, but he overlooks it and looks at my strengths and wants to use it for his glory and fame. നിശ്ചയമായിട്ടും ദൈവത്തിന് എൻ്റെ വീക്ക്നെസ്, എൻ്റെ ബലഹീനതകൾ അറിയാം. പക്ഷെ ദൈവം തന്റെ കൃപ പകർന്ന് അതിന്റെ മേൽ നമ്മെ മറ്റ് വിവിധമായ നിലകളിൽ ഉപയോഗിക്കുവാൻ ഇടയാകും. Ephesians talks about the preparation and the armaments and the time you spend in prayer and how you stand up as a giant in prayer. Ephesians chapter 6 talks about that. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ ബലത്തെക്കുറിച്ചും അവൻ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പൗലോസ് പഠിപ്പിക്കുന്നു. And I love what Paul writes. Having done all, we need the courage to stand. Look eye into the enemy and said, my captain has defeated your captain 2000 years ago at Calvary, and he disarmed you and he made you a public display, and I no longer am afraid because Jesus has taken care of my tomorrow. പൗലോസ് എഫെസസിലെ വിശ്വാസികളോട് പറയാണ്, ഒടുവിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തതിനു ശേഷം നേരെ നിന്ന് പിശാചിനോട് പറയണം, നിന്റെ സകല തന്ത്രങ്ങളെയും തകർത്ത് കാൽവറിയിൽ യേശുക്രിസ്തു ജയഘോഷം കൊണ്ടാടി ആ കർത്താവിനെയാണ് ഞാൻ I സേവിക്കുന്നത്. always love to read this. Let's read this together. Colossians chapter 2 verses 14 and 15 that talk about this victorious display of let me call it the naked power of our risen Lord and Savior Jesus Christ. കൊലോസ്യ ലേഖനം 2:14 മുതലുള്ള ഭാഗങ്ങളിൽ കർത്താവിന്റെ ജയത്തെക്കുറിച്ച്, കർത്താവ് കാൽവറിയിൽ വരിച്ച ജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. All right, verse 15, 2:15, he disarmed the rulers and authorities and put them to public shame by triumphing over them. അവിടെ നാം വായിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ The enemy did its best to stop Jesus, but his best was not enough, and Christ rose up from the grave, and that is why they were put to public shame. പിശാച് തന്റെ സകല മാർഗങ്ങളും സകല സൗകര്യങ്ങളും ഉപയോഗിച്ച് കർത്താവിന്റെ കാൽവറി ക്രൂശിനെ, അത് ആ മരണത്തെ ഒന്നുമില്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ദൈവം അതിന്റെ മേൽ ജയഘോഷം. Let me tell you a secret, a prophecy in secret. Let me tell you, the enemy is still doing his best to stop you from growing in the things of God, but his best is not enough, because you are going to be full of the power of the Holy Spirit and pray in the Holy Spirit and resist the works of the enemy. ഇന്ന് പകൽക്കാലം ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പിശാച് തന്റെ സകല ശക്തികളും അതുപോലെ ഉപയോഗിച്ച് ഇന്ന് പകലും നമ്മുടെ നേരെ പോരാടുന്നുണ്ട്. പക്ഷേ അവന്റെ ഏറ്റവും ഹല്ലേലൂയ ശക്തമായ മാർഗങ്ങളൊന്നും ഒരു ദൈവപൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ വിലപ്പോകില്ല. അതെല്ലാം അതിന്റെ മേൽ ദൈവപൈതൽ ജയഘോഷം ഉണ്ടാകും. But sadly sometimes we create ourselves windows for the enemy to come in and doors for the enemy to come in. This could be our hurts, our feelings, our unforgiveness, our behaviors. We are good praying people that every once in a while we go into this state that God cannot use us, or something from the past or present, and the enemy has a foothold, and as I said recently, and that foothold becomes a stronghold. സംഭവിക്കുന്ന ഇതാണ്, പലപ്പോഴും നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ഫീലിങ്സ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാകാം, ആരെങ്കിലും മുൻപ് നമ്മളോട് പറഞ്ഞ ഒരു വാക്കിന്റെ ശക്തിയാകാം. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നത് കൊണ്ട് അതിനകത്തൂടെ പിശാച് ഒരു കാല് വെച്ചിട്ട് അവൻ അതിനകത്ത് ഉറച്ചു നിന്ന് നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. A special word for my sisters here, older and younger. Hurts and feelings attract the work of the enemy like nothing. Like means they attract
much attraction is there for the enemy to use your hurts and feelings. എൻ്റെ ചെറിയ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, പലപ്പോഴും ഇങ്ങനെയുള്ള ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ, അങ്ങനെയുള്ള അതിൻ്റെ ശക്തികളൊക്കെ പിശാചിന് നമ്മെ തകർത്ത് കളയാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളാണ്. So you have to deal the hurts and feelings in the presence of God with tears, with forgiveness, with a lot of things are there. I'm just summarizing them. You deal with your hurts and feelings so that the enemy would not use them in the days to come. അങ്ങനെയുള്ള നിങ്ങളുടെ ആ ജീവിതത്തെ, ആ സാഹചര്യത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ അതിന്മേൽ ജയമെടുത്താൽ നിങ്ങൾക്ക് ശത്രുവിന്റെ മേൽ ജയിക്കുവാൻ കഴിയും. Please beware. For men it is habits that we are not able to give up that will become ultimately the stronghold of the enemy. സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ സ്വഭാവം തന്നെയാണ് പിശാചിന് ഇടം കൊടുക്കുന്ന സ്ഥലം. Generally we are careless about our spiritual life. സാധാരണ സഹോദരന്മാരൊക്കെ അവരുടെ സ്പിരിച്വൽ ആത്മീക ജീവിതത്തെ കുറിച്ച് വളരെ കെയർലെസ് ആണ്. Sadly it so happens our wives pray more than us. എപ്പോൾ മിക്കവാറും സംഭവിക്കുന്നത് ഭാര്യമാര് ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കും. I'm not talking about Birmingham, I'm talking about India. ബർമിംഗ്ഹാമിനെ കുറിച്ചല്ല, ഇന്ത്യയിലെ കാര്യമാണ്. And that is why we are vulnerable to schemes that are totally different of the enemy. We have to guard ourselves and at the same time pray in the Holy Spirit and resist the works of the enemy. അതുകൊണ്ടാണ് പിശാച് കൊണ്ടിരുന്ന പല തന്ത്രങ്ങളിലും നമ്മൾ പെട്ടുപോകുന്നത്. ഈ ഒരു കാരണത്താലാണ് അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയും. So make sure you deal with your hurts and feelings and unforgiveness. Don't allow them to become the place where the monkey or the flies come from the enemy again and again and again, and you keep scratching old things. 23 years ago, 92 years ago, when I was young, this happened. It's true. We don't deny the pain and the agony, but get grace, rise up, and don't let the enemy use it. Don't let the enemy use it. ഒരിക്കലും ആ നിലയിൽ, അല്ലെങ്കിൽ ഒരു ഈച്ച വന്നിരുന്ന് വീണ്ടും ചൊറിഞ്ഞ് അത് 90 വർഷം 10 വർഷം 5 വർഷം 2 വർഷം മുമ്പ് നടന്ന കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും അത് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് പിശാചിന്റെ ഇടപെടലാണെന്നും അതിൻ്റെ മേൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അതിനെ ഒരിക്കലും അനുവദിക്കരുത്. I am not belittling your experience and your pain, please forgive me. But I'm only saying don't let it become a foothold and a stronghold of the enemy. Rise up in prayer and resist the enemy. നിങ്ങളുടെ വേദനകളെയോ നിങ്ങളുടെ കഷ്ടതകളെയോ ഒന്നും ഞാൻ കുറച്ച് കാണുകയല്ല, മറിച്ച് അതൊന്നും പിശാചിന് കാലുവയ്ക്കുവാനുള്ള അവസരങ്ങളായി Number one, നൽകരുത്. we have the power in the Holy Spirit to pray and persist in prayer. ഒന്നാമതായി നാം കണ്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാർത്ഥനയിൽ നിലനിൽക്കുവാൻ തുടരുവാൻ Number two, നമ്മെ സഹായിക്കുന്നു. we use this prayer and the power of the Holy Spirit to resist the works of the enemy. രണ്ടാമതായി നാം കാണുന്നു പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് Number പകർന്നിരിക്കുന്നു. 3, we use this power for signs and wonders. മൂന്നാമതായി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ It is a mystery that this risen Savior would give gifts to us so that we can operate in the supernatural and do signs and wonders. മാർമിക സത്യം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ട്. അതിനുള്ള ശക്തി ദൈവം നൽകിയിരിക്കുന്നു. If you really believe this, say amen to what I'm saying. Signs and wonders are still happening around us. How many believe this? Amen. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കും. Signs and wonders and miracles are happening in my life. How many can confess that? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? Amen. Thirdly, signs and wonders can happen through my life. How many believe that? എൻ്റെ ജീവിതത്തിലൂടെ അത് സംഭവിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? Then one more confession. Signs and wonders will happen through my life. How many believe that? എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുക. Shout aloud, hallelujah, and thank you, Jesus. Praise you, Jesus. It is not for a selected few of the holy club, the signs and wonders. വിശുദ്ധന്മാരുടെ കൂട്ടത്തിലെ ഒരു ചില പ്രത്യേക വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സൗകര്യമല്ല അത്ഭുതങ്ങൾ അടയാളങ്ങൾ. Mark in 16 he says for all who believe these signs are evident. മർക്കോസ് 16 അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു, വിശ്വസിക്കുന്ന സകലർക്കും ഇത് ചെയ്യുവാൻ കഴിയും. Yes, we need to live holy lives, we need to be in the scripture, we need to be under the mantle of God, but for everyone who believes, signs and wonders are a possibility. നിശ്ചയമായും വിശുദ്ധിയിൽ ജീവിക്കുക, ദൈവവചനം വായിക്കുക, കർത്താവിന്റെ കൃപയിൽ നിൽക്കുക, ഇതെല്ലാം അതോട് ചേർന്ന് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ എല്ലാ വിശ്വസിക്കുന്ന അങ്ങനെയുള്ളവർക്കെല്ലാം അത് ചെയ്യുവാൻ കഴിയും. Few years ago we ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷമേ അല്ലെങ്കിൽ അവര് മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യാം. Everybody says signs, wonders and miracles. Say this.
Amen. Little more enthusiasm is needed. 1, 2, and 3. Come on loudly. Signs, wonders, and miracles. One more time. Are possible. Say this. And I believe I believe the Lord will give me Lord will give grace grace to exercise exercise this power this power to do to do signs, wonders, and miracles. signs, wonders, and miracles. In the name of Jesus, say this. In the name of Jesus. For the glory of God For the glory of and God the expansion of His kingdom, and the expansion of His we kingdom. release signs, wonders, and miracles We release signs, wonders, and in miracles. Birmingham In Birmingham. and around the nations of the world. around the Put your nations hands of the together world. and thank the Lord, because this is Hallelujah. Yes, going to Lord. happen because you have believed and you have confessed. Glory to God. Hallelujah. I will give you another practical suggestion based on this. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രാവർത്തികമായ തലത്തെ കുറിച്ച് കൂടെ ഞാൻ If you are പറയും. praying for the gift of healing, നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന you വ്യക്തിയാണെങ്കിൽ have, yeah. If you are praying for the gift of healing, you have to actually find a sick person and exercise your gift. Whether they get healed or not, you have to pray for their healing. രോഗശാന്തി വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരുടെ രോഗത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. That means you cannot sit in a room and say, Lord, healing gift, let it come. No, it will come. It already came. But if you not exercised it, it will also go to somebody else also, because God wants to heal the sick in this city. ഒരു മുറിക്കാതിരുന്ന് ദൈവമേ ഹീലിംഗ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് വരുന്ന സ്പീഡിൽ തിരിച്ചു പോകും നിങ്ങൾ അത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. I want to tell you, the Lord uses many ways to tell you and help you to exercise these gifts of healing, of discernment, of going and praying and believing and doing and giving. രോഗശാന്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന് പലവിധ മാർഗങ്ങളുണ്ട്. ദൈവം ആ സമയത്ത് നമുക്കത് ആ നിലയിൽ വെളിപ്പെടുത്തി തരും. Another sad thing I find in the church is we request the Lord, ആൻഡ് സാധാരണ നമ്മൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. But I saw a picture like Jesus looks down and says, I have done everything. What are you doing? Why are you asking me to do it again? You are commanded to pray and heal the sick. That means your prayer has to be not saying, Lord, if it is your will, you heal. You take the scriptures, Lord, we speak healing in the name of Jesus. We pronounce healing in the name of Jesus. You take the scripture and use it as medication for the people you are praying. കർത്താവ് അവിടെ ഇരുന്നോണ്ട് ചോദിക്കുകയാണ്, ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടാ പോരുന്നത്, പിന്നെ നീ പിന്നെ ഇങ്ങനെ കരയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ വചനം ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരത്തോടെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. Jesus is saying, I've given you the scripture, I've given you the moment, I've given you the talking, I've given you the power, and you're still waiting for me to come down from heaven and heal you. Please use your authority, rise up and rebuke, and there will be healing in the name of Jesus. കർത്താവ് നമുക്ക് വേണ്ടി സകലതും ചെയ്ത് അവൻ നമുക്ക് വേണ്ടി നമ്മുടെ മേൽ ശക്തി പകർന്ന് നമുക്ക് സൗഖ്യമാക്കാനുള്ള വരം തന്നിരിക്കുകയാണ്. നാം അത് ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. Say this message is not for me. ഈ പ്രസംഗം എനിക്ക് വേണ്ടി അല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? That means you have to say this message is for me. അതിന്റെ അർത്ഥം നിങ്ങൾ പറയണം, ഈ സന്ദേശം എനിക്ക് വേണ്ടിയാണ്. This is not emotional hyper sensationalism. This is pure word of God, so that you can understand that this generation needs men and women, simple men and women, who can pray in hospitals, offices, schools, highways, stations, trams, trains, and the people will acknowledge that Jesus is Lord over our lives. ഇത് വൈകാരികമായ തലത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ യൗവനക്കാര്, നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലിൽ, റെയിൽവേ സ്റ്റേഷനിൽ എവിടെയാണോ അവിടെയൊക്കെ ഈ വരം ഉപയോഗിക്കുവാൻ പ്രാപ്തരായി മാറണം. Remove your shame. നിങ്ങളുടെ നാണക്കേടുകളൊക്കെ മാറട്ടെ. Seek permission and learn to pray in public also. അനുവാദം ചോദിച്ചിട്ട് പരസ്യമായി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. But you will have to stop your shaking and all the extra things we do inside the church. You will have to learn to pray with authority, and yes, asking it in the name of Jesus.
ചർച്ചിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതുപോലെയുള്ള ഫിസിക്കൽ എക്സ്പ്രഷൻസ് ഇല്ലാതെ തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് അധികാരത്തോടെ പ്രാർത്ഥിക്കുവാൻ അനുവാദം ചോദിച്ച് പ്രാർത്ഥിക്കുക. May the Holy Spirit help you to pray in public and proclaim the name of Jesus through the healings and signs and wonders in the days to come. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരസ്യമായി പരസ്യ സ്ഥലത്ത് പ്രാർത്ഥിക്കുവാനുള്ള അധികാരത്തോടെ നമ്മെ അയച്ചിരിക്കുമ്പോൾ ആ നിലയിൽ അത് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കും. The power to persist in prayer. പ്രാർത്ഥന തുടരുന്നതാണ്, തുടർന്നുകൊണ്ടേയിരിക്കണം. The power to persist and to resist the works of the enemy. ശക്തി നമുക്ക് തന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് The power to do signs and wonders. ശക്തി നമ്മൾക്ക് തന്നിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനാണ്. Different books have been written. The sign is different, wonder is different, miracle is different. In one word, it is making possible the impossible. അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യത്യസ്തമാണ്, പല നിലകളിലാണെന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി അത് സംഭവിക്കുന്നതാണ്. The next thing, we have this power of the Holy Spirit to witness about our Jesus. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നാം സാക്ഷ്യപ്പെടുത്തുവാനാണ്, നാം അവന് വേണ്ടി സാക്ഷികളാകുവാനാണ്. Actually, this is the number one reason that the power has been given to us. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തന്നതിന്റെ പ്രധാന മൂല കാരണം ഇതാണ്. But I intentionally put it at number 4 or 5 so that I can help you and warm you up into this power encounter. ഞാൻ മനഃപൂർവ്വമായിട്ട് ഇത് അവസാനമാക്കിയതിന്റെ കാരണം നിങ്ങൾ ആത്മാവിലൊന്ന് ബലപ്പെടുവാൻ So വേണ്ടിയാണ്. Acts 1:8, open your Bibles. Acts 1:8, it says, അപ്പോസ്തല പ്രവൃത്തി 1:8 but you will receive power. It doesn't say you maybe, you will receive power when the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And you will be powerful and you will be a powerful anointed church. No, it says you will be my witnesses. The essential reason this power has been given is to witness about Jesus. നിങ്ങൾ അഭിഷേകമുള്ള ഒരു സഭയായി മാറുമെന്നല്ല ശക്തി വരുമ്പോൾ, മറിച്ച് ഇതാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ ശക്തിയെ തന്നിരിക്കുന്നത്. Witnessing is essentially a God-given assignment over our lives through the power of the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമാണ് ദൈവത്തിന്റെ സാക്ഷികളാകുക. I just put up 2 scriptures there from Acts, but Acts is full of people witnessing about Jesus. ഞാൻ ചില വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായി അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ സാക്ഷികളായവരുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. Apostles witnessed. അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ Those who received healing, they witnessed. സൗഖ്യം പ്രാപിച്ചവർ സാക്ഷികളായി. Sisters witnessed. സഹോദരിമാർ സാക്ഷികളായി. Young women witnessed. ചെറുപ്പക്കാരായ സഹോദരിമാർ Young സാക്ഷികളായി. men witnessed. ചെറുപ്പക്കാരായ സഹോദരന്മാർ സാക്ഷികളായി. Witnessing involves words and telling what Jesus has done for you. യേശു എന്താണ് ചെയ്തതെന്ന് വാക്കുകളിലൂടെ പറയുന്നതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. Witnessing involves telling others that he can do the same for you also. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദൈവം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയും എന്നവരോട് പറയുന്നു. Witnessing involves an experience that you've had with Jesus himself. സാക്ഷ്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കർത്താവായ യേശു നമുക്ക് വേണ്ടി തന്ന ഒരു ജീവിത അനുഭവത്തെ മറ്റുള്ളവരോട് പറയുക. It is not trying to sell a product on cold call basis. It is not trying to sell a product that you have never used. You sell it in the sense you promote it because you have used it. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം വിൽക്കുന്ന രീതിയിലല്ല സാക്ഷികളാകേണ്ടത്, നിങ്ങളുടെ അനുഭവമാണ് സാക്ഷ്യമായി വരേണ്ടത്. And then as one of the early church fathers said, you have to use words, but every once in a while, even without words, we have to testify about Jesus. പൂർവ്വ സഭാപിതാക്കന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നിശ്ചയമായിട്ടും പദങ്ങൾ ഉപയോഗിക്കണം, പക്ഷേ പദങ്ങളില്ലാതെ വാക്കുകളില്ലാതെ തന്നെ സാക്ഷ്യം ആകുവാൻ കഴിയും. Evangelize every day, but with your words and with your life also. എല്ലാ ദിവസവും സുവിശേഷീകരണം ചെയ്യണം. വാക്കുകളിലൂടെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിലൂടെ അത് ചെയ്യുവാൻ കഴിയും. That means your neighbor may have never come to church, but they should at one day they should tell, my neighbor is Christ-like,
my neighbor, I think my neighbor exhibits what he practices and what he preaches also. ഒരുപക്ഷെ നിങ്ങളുടെ അയൽപക്കക്കാരൻ ഇതുവരെയും ചർച്ച വന്നിട്ടില്ല. ഒരു ദിവസം അവൻ പറയണം, എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ആൾ ക്രിസ്തുവിനെ പോലെയുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കും ചർച്ചിൽ And പോകണം. that is why you have to be creative in the way you witness also. You have to seize moments where you can minister life to them and then on the gospel also to them. അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി സാക്ഷികളാകാനുള്ള സാധ്യതകൾ ആരായുവാൻ കഴിയുന്നവരായിരിക്കണം ഞാൻ നിങ്ങൾ. I'm forgetting the gentleman who said this, but he said you cannot preach the gospel to somebody who's starving with a food bowl in your own hand. നിങ്ങൾക്ക് ഒരാൾ എങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഫുട്ബോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് ആഹാരം കൈ പിടിച്ചിരിക്കുന്ന ഒരാൾ starving. Yeah, to a starving man, you cannot preach the gospel when you have a tiffin in your hand. Right. അതായത് പട്ടിണി ഇരിക്കുന്ന ഒരാളോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടാകരുത്. That means you have to exhibit the gospel and then preach the gospel to them. എന്ന് പറഞ്ഞാൽ സുവിശേഷം കാണിച്ചു കൊടുക്കണം, പിന്നീട് പ്രസംഗിക്കണം. Sometimes for some of us it is very easy to talk about Jesus. ചിലർക്ക് യേശുവിനെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. For some of us it is the hardest thing to do, to talk about Jesus. ചിലർക്ക് ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും. അത്രയും ഹാർഡാണ് കർത്താവിനെ കുറിച്ച് പറയാൻ. But either way, through the power of the Holy Spirit, we have to witness about Jesus. രണ്ടിലേതുമായിക്കൊള്ളട്ടെ, കർത്താവായ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയും. I think this is enough for now. We'll talk about the rest of the stuff in the evening, but I want to pray with you so that we will spend more time and receiving the power of the Holy Spirit and also exercising the power of the Holy Spirit in these 4 areas we talked about. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നാം സ്വീകരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഈ പകൽ ഉണ്ടാകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ വൈകുന്നേരം നമുക്ക് ഇതോടനുബന്ധിച്ച് ചിന്തിക്കാം. Please don't be a generator that generates power that does not go anywhere. എങ്ങും കൊണ്ടുപോകാൻ കൊള്ളാത്ത, എങ്ങും പോകാൻ കഴിയാത്ത ഒരു ശക്തി ഉണ്ടാക്കുന്ന ജനറേറ്ററായി നിങ്ങൾ മാറരുത്. You have to receive power, but then you have to supply power also. നിങ്ങളിൽ സ്വീകരിക്കുന്ന ശക്തി മറ്റുള്ളവരിലേക്ക് പകരുന്ന ശക്തി സ്രോതസ്സുകളാകണം.